ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ കുറച്ച് ദിവസമായി അപ്ലോഡൊന്നും ചെയ്യുന്നില്ല. മറ്റൊന്നുമല്ല, വൈഫൈൻ്റെ ചെറിയൊരു വിഷയം ഉള്ളതുകൊണ്ട്, എനിക്കിവിടെ നെറ്റിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് വീഡിയോസൊന്നും കാണാത്തത്. അപ്പം എനിക്ക് അപ്ലോഡ് ചെയ്യാനുള്ള നെറ്റിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ, അല്ലാതെ വീഡിയോസ് കാണാനുള്ളതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളും ഇല്ല. അതങ്ങനെയാണല്ലോ പൊതുവേ. അപ്പോൾ ഞാൻ നിരന്തരമായിട്ട് ഇപ്പോൾ ഒരാളെ വാച്ച് ചെയ്യുന്നുണ്ട്. മറ്റാരുമല്ല, നമ്മളെ ഉത്തരം കിട്ടുന്ന ചാച്ചി. അപ്പോൾ ഉത്തരം കിട്ടുന്ന ചേച്ചിക്ക് ഞാൻ വിചാരിച്ച ഇത്രയും കാലം ചേച്ചിക്ക് ഉത്തരം കിട്ടുന്നില്ല എന്നാണ്. അപ്പോൾ ഉത്തരം കിട്ടുന്ന ചേച്ചി ചേച്ചി തന്നെ പറഞ്ഞു ചേച്ചിക്ക് എല്ലാത്തിനുള്ള ഉത്തരം കിട്ടുന്നുണ്ട് എന്ന്. ഇതുവരെ ഉത്തരം കിട്ടുന്നില്ല എന്നായിരുന്നു പറഞ്ഞത്. ഒരാളുടെ പുറകെ ഇങ്ങനെ നടന്ന് ഇല്ലാവചനം പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് ഈ ഉത്തരം കിട്ടുന്ന ചേച്ചിക്ക് നമുക്കൊന്ന് അറിയിച്ചു കൊടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതുവരെ ഉത്തരം കിട്ടുന്നില്ല എന്നായിരുന്നു ഞാൻ ചിന്തിച്ചത്. പക്ഷേ ആൻറ്റി പറയുന്നു ആൻറ്റിക്ക് ഉത്തരം കിട്ടുന്നുണ്ട് എന്ന്. പോരാത്തതിന് ആൻറ്റിയുടെ കാമുകൻ എൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചതാണ് ആൻറ്റിക്ക് നേരെ ചൊവ്വേ പറയാൻ അറിയാഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്താ വെച്ചാൽ, ഈ ഉത്തരം കിട്ടുന്ന ആൻറ്റിയുടെ കഥയാണ് പറയാനുള്ളത്. ആൻറ്റിക്ക് ഒരു ദിവസമല്ലാണ്ട് ഈ കൊതിനുണയും പറഞ്ഞിട്ടില്ലെങ്കിൽ ആൻറ്റിക്ക് ഉറക്കം വരാതെയായി എന്നുള്ള ഒരവസ്ഥയാണ്. സമയം ഒരുപാടായി, എന്നാൽ പോലും എനിക്ക് ഈ കാര്യം പറയാതിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടും വല്ലാത്തൊരു കഷ്ടം തന്നെയല്ലേ. ആരെങ്കിലും എങ്ങനെയെങ്കിലും പിഴച്ച് പോയിക്കോട്ടെ എന്നുള്ള ചിന്ത ആ തള്ളച്ചിക്കില്ല. ഉള്ളത് പറയുന്നതിനെന്താ, ആരോ ഈ യൂട്യൂബ് തുടങ്ങുന്നത് എല്ലാവരും പുണ്യാളന്മാരാവാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ പലരും ജീവിക്കുന്നുണ്ട്. ഈവൻ ആ തള്ള പോലും ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിലായിരിക്കും ജീവിക്കുന്നത്. കാരണം തള്ളക്ക് ഭർത്താവൊന്നുമില്ല, ഭർത്താവ് ഉപേക്ഷിച്ച് പോയതാണ്. അപ്പോൾ ചിലപ്പോൾ ആ കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ തള്ള മെനക്കെട്ട് മറ്റുള്ളവരുടെ പുറകെ നടന്നിട്ട് ഇങ്ങനെ ടോർച്ചർ ചെയ്യിച്ച് അതെന്ന് കിട്ടുന്ന റീച്ചിൽ എന്ത് കാര്യയുടെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്തിട്ട് പിരാക്ക് കിട്ടൂലേ? അത് ആ സ്ത്രീ ചിന്തിക്കണ്ടേ. കുറേ കാലം എൻ്റെ പുറകെ നിരന്തരം ഇങ്ങനെ വീഡിയോ ഇട്ടപ്പം അന്നൊക്കെ ഞാനൊന്നിനും പ്രതികരിക്കാൻ പോകാറില്ലായിരുന്നു. കാരണം പറയുന്നവർ പറയട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ആൻറ്റിക്ക് കുറച്ച് കൂടുതലാണ്, ആൻറ്റിക്ക് കുറച്ച് കാമുകന്മാർ കൂടുതലാണ്. എന്നിട്ട് ആൻറ്റിയുടെ ലൈവിൽ വന്നിട്ട് പറയും താത്താക്കുള്ള മറുപടി ഞാൻ കൊടുത്തു വിട്ടോ എന്ന് പറഞ്ഞിട്ട് ആൻറ്റിയുടെ ലൈവിൽ വന്നിട്ട് സംസാരിക്കും. അപ്പോൾ എനിക്കും ആ കാമുകം മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായി. പക്ഷേ ആൻറ്റി റിയാക്ഷൻ വീഡിയോ ആയിട്ടൊന്നും വന്നില്ല. കാരണം ആൻറ്റിക്ക് മതിയായി എന്ന് തോന്നുന്നു. ആൻറ്റി പറഞ്ഞു കുടുങ്ങിപ്പോയൊരു കാര്യം എൻ്റെ മകൻ്റേതാണ്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ആൻറ്റിക്ക് പ്രശ്നം പറ്റുമെന്നുള്ളത് ആൻറ്റിക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ട് പിന്നെയും മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങളെ പറ്റി പറഞ്ഞ് മിസ്റ്റർ ഉത്തരം കിട്ടുന്ന ചാച്ചിയെ, നിനക്ക് ഞാനൊരു പേരിട്ടേക്കാം, പരദൂഷണ കമ്പി. നിനക്ക് പറ്റിയ ഏറ്റവും നല്ല പേരതാ. എടി പരദൂഷണ കമ്പിയെ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ആരോ എന്തോ വീഡിയോയിൽ കുഞ്ഞുങ്ങളെ കൂട്ടിക്കോട്ടെ, അതിങ്ങനെ കുഞ്ഞുങ്ങളെ ഈ വീഡിയോയിൽ വെച്ചിട്ട് അവരെ ടോർച്ചർ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ സംസാരിക്കുമ്പം അത് നിനക്ക് എത്രത്തോളം വലിയ ക്രിമിനൽ കുറ്റമായി മാറി വരുമെന്ന് നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പരദൂഷണ തള്ളേ, ചിന്തിച്ചിട്ടുണ്ടോ? മറ്റുള്ളവരെ മക്കളെ പറ്റി പറയുമ്പോൾ നിനക്ക് 150 നാവാണല്ലോ. ഏതോ ഒരു നെജിലയോ ഷാജിയോ ഇവരെക്കുറിച്ചൊക്കെ പറയാൻ നിനക്ക് ഇത്തിരിയെങ്കിലും ഉളുപ്പും മാനവും ഉണ്ടോ? തുറന്നടിച്ച് ചോദിക്കുക. ഈ ഷാജിയൊക്കെ എന്തോ ചെയ്തോട്ടെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഭർത്താവില്ലടോ അതിന്. 4 അല്ല 5 കുഞ്ഞുങ്ങളുടെ അമ്മയാണത്. ഭർത്താവില്ലാതെ 2 കുഞ്ഞുങ്ങളെ നോക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് നിനക്കറിയാമല്ലോടി. അപ്പോൾ 5 കുഞ്ഞുങ്ങളെ നോക്കുന്ന അതിൻ്റെ ബുദ്ധിമുട്ട് അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനിയിപ്പോൾ ആ സ്ത്രീ കല്യാണം കഴിച്ചോട്ടെ, ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളാണത്. അത് നീ കണ്ടൻ്റാക്കി എടുത്ത് അത് ഇങ്ങനെ വന്നിട്ട് കുതിന്നുണയും പറയാൻ, ഇങ്ങനെ സ്ക്രീനിൽ വന്ന് കുരയ്ക്കാനും നിനക്ക് നാണവും മാനവും ഇല്ലേ? ഈ നെജില എന്ന് പറഞ്ഞിട്ടാണ്, ആ നെജില എന്നാന്ന് തോന്നുന്ന ലേഡിയുടെ പേര്.
ആ ലേഡീനെ എല്ലാവരും കൂടി സഹായിച്ചിട്ടാണ് പോലും വീട് വെച്ചത്. ആണെങ്കിൽ നിനക്കെന്തുവാടി പ്രശ്നം? നീ ആ പെണ്ണുങ്ങളെ ആരെങ്കിലും സഹായിച്ചോട്ടെ. ആ പെണ്ണുങ്ങൾ പറഞ്ഞ് ആ പെണ്ണുങ്ങളുടെ ഒരു ഭാഗം കാണിച്ചത് എത്ര റൈറ്റായിട്ടാണ് അവർ പറയുന്നത്. എന്തിനാ അവരുടെ കണ്ടന്റ് എടുത്ത് സംസാരിക്കുന്നത്? നിനക്ക് ആ സ്ത്രീ പറഞ്ഞതിൻ്റെ മാതിരി കണ്ടന്റ് ഇല്ലേ, പാത്രം കഴുകി കണ്ടന്റ് കാണിച്ചു കൊടുക്ക്. പാത്രം എങ്ങനെ വെളുപ്പിക്കാം, വിമ്മിൻ്റെ പരസ്യം ഇട്ട് കൊടുത്തൂടെ നിനക്ക്, സ്ക്രബ്ബറിൻ്റെ പരസ്യം ഇട്. എന്തൊക്കെ കാര്യങ്ങളുണ്ട്. ഈ മറ്റുള്ളവരെ കൊതിയും നുണയും പറഞ്ഞിട്ട് നിനക്ക് ഒരു ദിവസം പോലും ഉറങ്ങാതിരിക്കാൻ പറ്റൂലേ? എന്നാത്തിനാണ് ഇങ്ങനെ? അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. കുറേ എൻ്റെ നേരെയായിരുന്നു, ഞാൻ അനങ്ങിയ വീഡിയോ ആയിരുന്നു. അതിലൊരു വീഡിയോ ഇട്ടത് എന്താണെന്നറിയോ? ജസ്നയുടെ വാപ്പയ്ക്കെതിരെ പറഞ്ഞതിൽ ശക്തമായിട്ട് മറുപടി കൊടുത്തു എന്ന്. എന്നിട്ട് ഈ വീഡിയോ തുടങ്ങിയതിന് ശേഷം എന്നെ കുറ്റം പറയാം. നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് ആരെ വേണമെങ്കിലും സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ട് എന്നെ അങ്ങോട്ട് അലക്കുക ചെയ്യുന്നത് തള്ളച്ചി. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കമൻറ്റോടുകൾക്ക് കമൻ്റ് ഇടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ മോണിറ്റേഷൻ ഓഫാക്കിയിടണമെന്ന് നീയാണോടി തള്ളെ തീരുമാനിക്കേണ്ടത്? എൻ്റെ മോണിറ്റേഷൻ ഓഫാക്കിയിടണോ വേണ്ടയോ എന്നുള്ളത് നീ ഓഫാക്കിയിട്ടോ. ഞാൻ ഓണാക്കിയിട്ടാലും ഓഫാക്കിയിട്ടാലും നിൻ്റെ ചിലവിലേക്കല്ലല്ലോ വരുന്നത്. നീ ദിവസം ഇങ്ങനെ ഓരോരുത്തരെ പരിദോഷണം പറഞ്ഞ് വന്നിട്ട് സബ് ചെയ്യാനും മറ്റേ ചെയ്യാനും പറയുന്നുണ്ടല്ലോ. ഇവരുടെയൊക്കെ ഔദാര്യാടോ നിനക്ക് കിട്ടുന്ന വരുമാനം? മറ്റുള്ളവരുടെ ലൈഫിലേക്ക് വെറുതെ നിൻ്റെയോ തൊലഞ്ഞ് നിന്നെയോ കെട്ടിയവൻ ഉപേക്ഷിച്ചു പോയി, കെട്ടിയവന്മാർ മരിച്ചതോ ഉപേക്ഷിച്ചതോ ആരോ ആയിട്ടുള്ള സ്ത്രീകൾ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനത്തെ സ്ത്രീകൾക്ക് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ യൂട്യൂബ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു വരുമാനം കിട്ടുക എന്ന് പറയുന്നത്. അവരെങ്ങനെയെങ്കിലും ജീവിച്ച് എങ്ങനെയെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കി അവർ ജീവിച്ചോട്ടെ. അതിൻ്റെ ഉള്ളിൽ കൂടെ നോയഞ്ഞ് നീ എന്നാത്തിനാടി ഈ മറുപടി പറയാൻ പോകുന്നത്? നീ എന്നാത്തിനാടി നിൻ്റെ കാമുകനെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞേക്കുന്നത്? ഞാൻ എന്താ പേടിച്ചു പോകുമെന്ന് വിചാരിച്ചോ? പരദൂഷണത്തള്ളേ. നിനക്ക് പറ്റിയ പേരതാ, പരദൂഷണത്തള്ള. വെറുതെ ഓരോരുത്തരെ പറ്റി കൊതിയും നുണയും പറയാതെ ഈ സ്ത്രീക്ക് കിടന്ന ഉറക്കം വരൂല. എന്നിട്ട് എനിക്കെതിരെ ചെയ്യുന്നൊരു ഒരു പെണ്ണുങ്ങളുണ്ടായി, തെറിത്താത്തൻ്റെ വീഡിയോ ഈ സ്ത്രീ വെക്കൂല. കാരണം പേടിയാണ്, തെറിത്താത്തനോടൊക്കെ മുട്ടാൻ പേടിയാണ്. എന്നിട്ട് കുഞ്ഞുങ്ങളെപ്പറ്റി പറഞ്ഞപ്പം അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സ്ത്രീ ഇങ്ങനെ സംസാരിക്കും. പക്ഷേ ഈ തെറിത്താത്തനെ മെൻഷൻ ചെയ്യാനോ തെറിത്താത്തൻ്റെ പേര് പറയാനോ ഈ സ്ത്രീക്ക് പേടിയാണ്. കാരണം ഈ സ്ത്രീക്കറിയാം നല്ല പണി കിട്ടുമെന്നുള്ളത്. നമ്മൾ അറിയുന്ന, പുറത്ത് ഒരു 10 പേര് അറിയുന്ന ഒരാളെയാണ് ഈ സ്ത്രീ ടാർഗറ്റ് ചെയ്യുന്നത്. ഈ സ്ത്രീക്ക് എന്താ വേണ്ടത്? കൊതിയും നുണയും പറഞ്ഞിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ കുഞ്ഞുങ്ങളെ പോറ്റണം. എടി പരദൂഷണ തള്ളേ, ഞാനുണ്ടല്ലോ ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിലല്ല എൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റുന്നത്. ഞാൻ ചിത്രം വരച്ചിട്ട്, നീ പറയുന്ന കാർട്ടൂൺ വരച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ തൊഴിലിനെ അപമാനിക്കാൻ നിനക്ക് എത്രത്തോളം തിണ്ടടി? നിനക്കുണ്ടോടി ഒരു തൊഴിൽ? ഇല്ല എന്തെങ്കിലും ആ സ്ത്രീ പറഞ്ഞിട്ടുണ്ടാവില്ല, എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കി പാത്രമെങ്കിലും കഴുകിയാൽ പോരെ നിനക്ക്? മറ്റുള്ളവരെ കണ്ടന്റ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ കാർട്ടൂണെങ്കിൽ കാർട്ടൂൺ അത് വരച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിലാണ് ഉത്തരം കിട്ടുന്ന ചേച്ചിയെ ഞാൻ ജീവിക്കുന്നത്. അല്ലാതെ യൂട്യൂബിൻ്റെ അകത്ത് വന്ന് കൊതിയും നുണയും പറഞ്ഞിട്ടല്ല ഞാൻ ജീവിക്കുന്നത്. ഒരു കലയെ കാർട്ടൂണെന്ന് പറഞ്ഞ നിൻ്റെ നാവുണ്ടല്ലോ, ഭയങ്കര ബെറ്ററാണ്. ആ നാവ് കാരണമാണല്ലോ ഇപ്പം നിൻ്റെ കുഞ്ഞുങ്ങൾ അന്നം തിന്ന് പോകുന്നതെന്ന് ഓർക്കുമ്പം വളരെയധികം സന്തോഷമുണ്ട്. എന്നിട്ട് നല്ലതിനെ നമ്മൾ നല്ലതാണെന്ന് പറയണം, അല്ലാത്തതിനെ നമ്മൾ മോശമായിട്ട് തന്നെ പറയണം എന്ന് പറഞ്ഞിട്ട് കുറേ കൊണത്താൻ വരും. അപ്പോൾ എനിക്കിപ്പം ഭയങ്കര ഇൻട്രസ്റ്റാണ് ദിവസം നിന്നെക്കുറിച്ചൊരു വീഡിയോ ഇടുക എന്നുള്ളത്. കാരണം പലർക്കും വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എന്നെപ്പോലെ പലരുടെയും കുറ്റങ്ങൾ മാത്രം, നല്ലതിനെ നീ കാണൂല, നിനക്ക് കണ്ണില്ലടി അതിന്. കുറ്റം കാണാൻ മാത്രമേ നിനക്ക് കണ്ണുള്ളൂ, പരദൂഷണ തള്ളേ. എന്നിട്ട് നീ പോയി പറ നിന്നെക്കൊണ്ട് ഞാൻ ജഡ്ഡി കഴിപ്പിച്ചെന്ന് കേട്ടോ. നിനക്ക് ജഡ്ഡി കഴിക്കാനുള്ള യോഗ്യതയുള്ളൂ അടി. നീയായിട്ട് പറഞ്ഞതാ കാര്യമാണ്. ടൗസർ കഴിക്കാം,
ജെട്ടിയല്ലടേ ട്രൗസർ കഴിക്കാം. ഇതിനെ കൊണ്ടൊക്കെ അതേ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ മാന്യമായിട്ട് ജീവിക്കുന്ന സ്ത്രീകളെക്കുറിച്ച് ഈ കൊതിയും നുണയും പറഞ്ഞിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ ഞെണ്ണിയിട്ട് അത് ദഹിക്കാതായി പോകുമ്പോൾ നിനക്കങ്ങ് മനസ്സിലാവും. വെറുതെ വിട്ടേക്കടി പാവത്തുങ്ങളാ. ഓളൊരു ഓരോരോ കൊതിയും നുണയും പറഞ്ഞു വരുന്നു. ഏതായാലും നിനക്ക് പുതിയ പേരിട്ട് പരദൂഷണ കമ്പി കേട്ടോ. ഉത്തരം ഇതുവരെ കിട്ടാത്ത ഇപ്പം കിട്ടുന്നതെന്ന് പറയുന്ന ഉത്തരം കിട്ടുന്ന ആൻറ്റി, അമ്മച്ചി, തള്ളച്ചി വിളിക്കടി കുണുവാവേ, കുഞ്ഞേ, പൊന്നേ. എന്നാന്നാ അവളൊരു കാമുകനും കറക്റ്റ് കിട്ടിയപ്പം പോയല്ലോ. കാമുകനോട് പറഞ്ഞോ ഇനി എൻ്റെ താഴെ വന്ന് കമൻ്റ് ഇടാൻ? ഇനി ഓൻ കമൻ്റ് ഇട്ടാൽ ഓനെ ഞാനൊന്ന് വെള്ളം കുടിപ്പിക്കടി. ഓൻ്റെ കൂടെ ഞാൻ ഇനിയും ഒന്ന് കുടിപ്പിക്കും കേട്ടോ. നിനക്ക് വേണ്ടിയിട്ടല്ലേ അവൻ സംസാരിക്കുന്നത്. ആ സ്ക്രീൻഷോട്ടൊക്കെ എൻ്റെ കയ്യിലുണ്ട്. നിൻ്റെ ലൈവിൽ വന്നിട്ട് താത്താക്ക് ഞാൻ വേണ്ടത് കൊടുത്തു വിട്ടോ എന്ന് പറഞ്ഞിട്ടുള്ളതൊക്കെ. നീ വിചാരിച്ചതൊക്കെ എടുത്തു വെക്കാൻ പറ്റൂല എന്നുള്ളത് ഞാൻ പണ്ടേ നോട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടാ. പരദൂഷണം തള്ളേ.